ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക്കിൻ്റെ ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഒരു മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ റേഞ്ചിലേക്ക് വരുന്ന രീതിയിലേക്കാണ് മാർക്കറ്റൊക്കെ പൊസിഷൻ ചെയ്തത്. അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മൾ 4 മണിക്ക് വന്ന ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിയും കൂടുതലാണ്, എന്നാൽ നമ്മുടെ എക്സ്പെക്റ്റ് ചെയ്ത ഫോർകാസ്റ്റിനെക്കാട്ടിയും കുറവാണ്. സോ മാനുഫാക്ചറിങ് ഔട്ട്പുട്ട് കൂടിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ഇന്ന് വൈകിട്ട് ഇനി വരാൻ പോകുന്നത് നമ്മുടെ എന്തുവാണ് ഈ ഒരു രണ്ട് കാര്യങ്ങൾ. പിന്നെ നമുക്ക് വന്നിട്ടുള്ളതിൽ ക്യുമുലേറ്റീവ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും അതും കുറച്ച് കുറവ്. ചുരുക്കി പറഞ്ഞാൽ ഡേറ്റ വന്നതൊക്കെ കുറച്ച് ചെറിയൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഫോർകാസ്റ്റിനെക്കാട്ടും കുറവായ രീതിയിലാണ് നമ്മുടെ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്, നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 24,312 ഭാഗത്താണ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 55,414 സ്ഥാനത്താണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഇന്ന് ബുള്ളിഷ് റഫറൻസിന്റെ മുകളിൽ ഓപ്പൺ ചെയ്തു, R1 R2 അടിച്ചു, കൃത്യം പറഞ്ഞാൽ R2ന്റെ ഭാഗത്ത് നിന്നു. അതേപോലെ നിഫ്റ്റി ആണെങ്കിൽ ബുള്ളിഷ് റഫറൻസ് പൊട്ടി, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ R1 അടിച്ചു, R2ന്റെ ഏകദേശം ആ ഭാഗത്തൊക്കെ പോയി അവിടെ കിടന്നാണ് കൃത്യമായിട്ട് കളിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് അപ്സൈഡിലെ ജേർണി ട്രേഡ് കിട്ടിയ ഒരു ദിവസമായിരുന്നു. റൂമിലും നമ്മുടെ ട്രേഡ് ഫ്ലോറിൽ എല്ലാവർക്കും കിടിലം നല്ല പ്രോഫിറ്റ് കിട്ടിയ ഒരു ദിവസവും കൂടെ ആയിരുന്നു ഇന്ന് കൃത്യമായിട്ട് കടന്നു പോയത് മാർക്കറ്റിൽ. അപ്പോൾ നമുക്ക് നോക്കേണ്ട നാളത്തെ ലെവൽസ് എന്തൊക്കെയാണ്, നാളെ കൃത്യമായി ബാധിക്കും. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ന്യൂസ് നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ഇൻഡോ പാകിസ്ഥാൻ്റെ ആ ഒരു ഇഷ്യൂ, നമ്മുടെ തീവ്രവാദി ആക്രമണത്തിന് ശേഷം വന്ന ഒരു പൊളിറ്റിക്കൽ അജണ്ട, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂലാണ് നമ്മുടെ മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നാളെ നമ്മൾ നോക്കേണ്ടത് മാർക്കറ്റ് അപ്പർ സൈഡ് ലെവലിലേക്ക് ഏത് നോക്കാം, ലോവർ സൈഡ് ലെവലിലേക്ക് ഏത് നോക്കാം. അപ്പോൾ അത് നമുക്ക് വ്യക്തമായി നോക്കിക്കൊണ്ട് കൃത്യമായി കിടക്കാം. നിങ്ങൾ നോക്കണ സമയം നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു നോർമൽ വേരിയേഷൻ അപ്പ് പ്രൊഫൈലാണ് നിഫ്റ്റി വന്നിരിക്കുന്നത്. നിഫ്റ്റിയുടെ നമ്മൾ കൃത്യമായി പറയുകയാണെങ്കിൽ 24,375 എന്ന് പറഞ്ഞ ആ ഒരു ലെവല് കൃത്യമായ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അത് ഇന്ന് ടച്ച് ചെയ്യാൻ നോക്കിയിട്ടില്ല. സോ നമ്മളെ നിഫ്റ്റി നിൽക്കുന്നത് 24,265 ആണ് നിഫ്റ്റിയുടെ ഇന്നത്തെ POC. അപ്പോൾ ഞാൻ നിഫ്റ്റിയുടെ POC ഒന്ന് മാറ്റി 24,265 ഭാഗത്തേക്കൊന്ന് മാറ്റി 24,265 ഭാഗത്തേക്കാണ് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത്. നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് വരുന്നത് വ്യക്തമായി നിങ്ങൾ ഓർത്തുകൊള്ളുക, 24,375 എന്നെ സംബന്ധിച്ചുള്ള നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ്. അപ്പോൾ 24,375 മുകളിൽ മാത്രമേ നിങ്ങൾ ഇനി നിഫ്റ്റിയിൽ ബൈ എടുത്തത്. കാരണം കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ആ ഭാഗത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച അവിടെ ഒന്ന് റെസിസ്റ്റൻസ് എടുത്ത് പോയതാണ്. സോ 24,375 മുകളിൽ മാത്രമേ നിങ്ങൾ ഇനി ഫ്രഷ് ബൈയെ കുറിച്ച് ചിന്തിച്ചത്. അങ്ങനെ ഫ്രഷ് ബൈ നമ്മളെ മാർക്കറ്റ് 24,375 മുകളിൽ മാർക്കറ്റ് വരെയാണെങ്കിൽ പഴയ കുറേ ലെവലുകളുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളൂ 24,305 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 24,467 ആണ്. 24,467 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള R1. 24,467 ആണ് എന്നെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് R1 വരുന്നത്. സെക്കൻഡ് നമ്മുടെ R2 വരുന്നത്. R2 എവിടെയാണ് വരുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. R1 എവിടെ 24,467 ആണ് വരുന്നത് R1 വരുന്നത്. R2 വരുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ R2 വരുന്ന ലെവൽ എന്ന് പറയുമ്പോൾ 24,365 മുകളിൽ നിൽക്കുക. അടുത്ത 24,532 ആണ്. 24,532 ആണ് R2 എന്ന് പറഞ്ഞത്. 24,532 ആണ് R2 എന്ന് പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് സ്പോട്ടിലുള്ള. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ബൈ എവിടെ സ്റ്റാർട്ട് ചെയ്യും? ബൈ 24,375 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബൈ സ്റ്റാർട്ട് ചെയ്യും. 24,467 നിഫ്റ്റി സ്പോട്ടിൽ വരും. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,532 ഭാഗത്തേക്കും വരാം. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കേണ്ടത്, അല്ലെ ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 24,050 എന്ന് പറഞ്ഞ ഇന്നലത്തെ POCയുടെ താഴെ മാത്രമേ ഇനി പ്രൈസ് ഉള്ളൂ. 24,050 ആണ് എന്നെ സംബന്ധിച്ചുള്ള നിഫ്റ്റിയുടെ ഒരു ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ 23,946 ഭാഗത്ത് എത്രയാണ് 23,946 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഫസ്റ്റ് കൂടുതലാണ്. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ക്ലോസിംഗ് ആയ 23,846 ഭാഗത്തേക്ക് മാർക്കറ്റ്. ചുരുക്കി പറഞ്ഞാൽ താഴത്തെ ലെവലിൽ ഒരു ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം കറക്റ്റ് രീതിയിൽ തന്നെ പോകും. 24,050 പൊട്ടുകയാണെങ്കിൽ 23,946 23,846 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നമുക്കിനി നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി. ഇന്ന് ബാങ്ക് നിഫ്റ്റി നമ്മളെ ഫസ്റ്റും സെക്കൻഡും ടാർഗറ്റൊക്കെ കിട്ടി കിടിലൻ ട്രേഡിംഗ് ഡേ വന്ന ദിവസം കൂടെ ആയിരുന്നു കടന്നു പോയത് ബാങ്ക് നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റി ഇന്നൊരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ
കൃത്യമായിട്ട് പറയുക നോർമൽ വേരിയേഷൻ അപ്ഡേ ആയിരുന്നു ബാങ്ക് നിഫ്റ്റിക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ POC വന്നിരിക്കുന്ന 55,426 ഭാഗത്താണ് POC നിൽക്കുന്നത്. 55,426 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത്. ഇതിപ്പം വളരെ ഹയസ്റ്റ് വോളിയം ഒക്കെ ബാങ്ക് നിഫ്റ്റിക്ക് വരുന്നുണ്ട്. സോ നമുക്ക് നോക്കേണ്ടത് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു കാര്യം ഓർത്തോളാം. 55,610 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബൈക്ക് കുറിച്ച് നിങ്ങൾ 55,610 മുകളിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അതിന് മുകളിൽ മാർക്കറ്റിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ 55,787 6 ഗുണം എന്ന് പറയുമ്പോൾ 55,787 55,787 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 56,000 എന്ന് പറഞ്ഞ ഒരു റൗണ്ട് നമ്പർ ഫിഗർ എത്രയാണ്? 56,000 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം കൂടും. ചുരുക്കി പറഞ്ഞാൽ 55,610 മുകളിൽ മാർക്കറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് 55,787 56,000 ഭാഗത്തേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമ്മളെ ബെയറിഷ് റെഫറൻസ് വന്ന് സ്റ്റാർട്ട് ചെയ്യണത് 54,690 താഴെ മാത്രമേ ഞാൻ ഇനി ബാങ്ക് നിഫ്റ്റിക്ക് സെല്ലിനെ ഇന്നലത്തെ POCക്ക് താഴെ മാത്രമേ ഞാൻ ഇനി ബാങ്ക് നിഫ്റ്റിക്ക് സെല്ലിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 54,400 54,400 ഭാഗത്തേക്ക് വരാൻ 54,400 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റി കൂടുതലാണ്. അത് ഫസ്റ്റ് ടാർഗറ്റും. അതിന് താഴെ S2 എന്ന് പറയുന്നത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 54,286 ഭാഗത്തേക്കും വരാനുള്ള 54,286 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം കൂടും. ചുരുക്കി പറഞ്ഞാൽ 54,690 പൊട്ടുകയാണെങ്കിൽ 54,400 54,286 എന്ന് പറഞ്ഞ ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഞാനിനി പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലരും വിളിച്ച് ചോദിക്കാറുണ്ട്, സാറേ 2 ദിവസത്തേക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഡെസ്റ്റിനയുടെ സമ്മിറ്റിനെ കുറിച്ച്, ഒരു ദിവസം മാത്രമേ പങ്കെടുക്കൂ. അപ്പോൾ ഡെസ്റ്റിന സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ മെയ് 16th and 17th ഫ്രൈഡേ സാറ്റർഡേ ആണ് നമ്മൾ ഈ ട്രിവാൻഡ്രത്ത് വെച്ച് ഹോട്ടൽ റിസർച്ച് ടവറിൽ വെച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രൈഡേ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് മെയ് 17th വരുന്ന 4 സെഷൻസ് മിസ്റ്റർ ഷിജുമോൻ ആന്റണി പങ്കെടുക്കുന്ന സെഷൻ, അദ്ദേഹം ചെയ്യുന്ന ഒരു സെഷനുണ്ട്. ട്രേഡ് ടോക്സിന് സുനിൽ മത്തായി ചെയ്യുന്ന ഒരു സെഷനുണ്ട്. ആലിസ് ബ്ലൂവിൻ്റെ അനിൽകുമാറിൻ്റെ സെഷനുണ്ട്. പിന്നെ ഗോ ചാർട്ടിങ്ങിൻ്റെ അങ്കിത് ചെയ്യുന്ന ഒരു സെഷൻ ഉണ്ടാകും. പിന്നെ ഇത്രയും സെഷൻസുകൾ അന്നുണ്ട്. അപ്പോൾ അത് ഒരു ഇൻട്രാക്റ്റീവ് സെഷനായി നിങ്ങൾ കരുതിക്കൊണ്ട് നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള ചുരുക്കം സീറ്റുകൾ മാത്രമേ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ. സോ അതിന് പങ്കെടുക്കുന്നവർക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഡേയിലെ സെഷനിലെല്ലാം പങ്കെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിനു വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ തമ്പനിയിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അവർ വ്യക്തമായ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. സോ ഡെസ്റ്റിന 2025 എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുന്ന ട്രേഡേഴ്സ് സമ്മിറ്റിൽ പങ്കെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. മാക്സിമം നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ അതിന് പങ്കെടുക്കുന്നവർക്ക് 1 month ഗൂഗിൾ മീറ്റിലിരുന്ന് എൻ്റെ കൂടെ ഇരുന്ന് മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ ചെയ്യാനുള്ള ഒരു ലൈവായിട്ട് ട്രേഡ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അതുകൂടാതെ ഗോ ചാർട്ടിങ്ങിന് 20% ഒരു ഓഫറും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ സ്കാൽപ്പിംഗ് ട്രേഡ് ചെയ്യുന്നവരുമായി നിങ്ങൾക്ക് ഒരു ബന്ധം സ്ഥാപിക്കുവാനും അവരുടെ ട്രേഡ് സെറ്റപ്പ് നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാനും നിങ്ങളുടേത് അവർക്ക് കൊടുക്കാനുള്ള എല്ലാ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ രീതിയിലാണ് ഇതെല്ലാ ഈവൻറ്റും പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാക്സിമം പങ്കെടുക്കാൻ ശ്രമിക്കുക. സോ വീഡിയോ കാണുക, ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കും മറക്കാതിരിക്കുക. സൈനിങ് ഫ്രം ദിസ് വീഡിയോ, വിഷ്ണു ഗുപ്തൻ. ടേക്ക് കെയർ, ബൈ ബൈ.